ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് 48ാമത്തെ പേജിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇൻ ദ പിക്ചർ എ ബി ആൻഡ് സി ഡി ആർ പെർപെൻഡിക്കുലർ കോഡ്സ് ഓഫ് ദി സർക്കിൾ. പ്രൂവ് ദാറ്റ് ആർക്സ് എ പി സി ആൻഡ് ബി ക്യു ഡി ജോയിൻഡ് ടുഗദർ മേക്ക് എ സെമി സർക്കിൾ. എ പി സി എന്ന് പറയുന്ന ഈ ചെറിയ ആർക്കും ബി ക്യു ഡി എന്ന് പറയുന്ന ഈ ആർക്കും ഇത് രണ്ടും ചേർന്നാൽ ഒരു സെമി സർക്കിൾ കിട്ടും എന്ന് പ്രൂവ് ചെയ്യണം. അതായത് അവിടുത്തെ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രിയാണ് എന്ന് പ്രൂവ് ചെയ്യണം. ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഫിഗർ വരച്ചു. ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ പി സി ഈക്വൽ ടു എക്സ് ഡിഗ്രി എന്ന് വിചാരിക്കാം. ആർക്ക് എ പി സി ഈ ആർക്കാണ് എ പി സി, ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ, അതിനെ എക്സ് ഡിഗ്രി എന്ന് വിചാരിക്കും. ഇപ്പോൾ നമുക്കിവിടെ ആംഗിൾ എ ഡി സി നോക്കാം. ഇവിടുന്ന് ഈ സെൻട്രൽ ആംഗിളിൽ നിന്നും ഇങ്ങനെ എയും സിയും ഈ രണ്ട് പോയിന്റിൽ നിന്നും വരുന്ന ഈ സർക്കിളിലേക്ക് അടുത്ത ആർക്കിലേക്ക് പോകുന്ന ആംഗിൾ എ ഡി സി എന്ന ഈ ആംഗിൾ, എയിൽ നിന്നും സിയിൽ നിന്നുമാണ് ഈ എക്സ് സെൻട്രൽ ആംഗിൾ പോകുന്നത്. അപ്പോൾ ആ സെൻട്രൽ ആംഗിളിന്റെ എയിൽ നിന്നും സിയിൽ നിന്നും വരുന്ന ആർക്കിലേക്ക് വരുന്ന ഡിയിലേക്ക് വരുന്ന ഡി ഒരു വെർട്ടെക്സ് ആയിട്ട് വരുന്ന ആംഗിൾ എ ഡി സി, അതായത് ഈ ആംഗിൾ x/2 ആയിരിക്കും. ആംഗിൾ എ ഡി സി ഈക്വൽ ടു 1/2 എക്സ് ഡിഗ്രി എന്ന് എടുക്കാം, ഹാഫ് എക്സ്. എ പി സി എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതി, സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് ആർക്കിന്റെ. അതായത് നമുക്ക് എ ഡി സി എന്നോ എ ബി സി എന്നോ പറയുന്ന ഈ വലിയ ആർക്കിന്റെ ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ, ഇപ്പോൾ ഡി എന്ന പോയിന്റിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ ഈ എക്സ് ഡിഗ്രിയുടെ, അതായത് സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും. അപ്പോൾ നമുക്ക് ആംഗിൾ എ ഡി സി എക്സിന്റെ പകുതി, x/2 അല്ലെങ്കിൽ 1/2 എക്സ് എന്ന് കിട്ടി. സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ബി ക്യു ഡി നോക്കാം. ബി ക്യു ഡി, ആർക്ക് ബി ക്യു ഡി നോക്കി, ഇതാണ് ബി ക്യു ഡി. ഇതിന്റെ സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു നമുക്ക് y ഡിഗ്രി എന്ന് എടുക്കാം. അതായത് ഇവിടെയാണ് സെൻട്രൽ ആംഗിൾ, ഇത് y ഡിഗ്രി എന്നെടുത്തു. ആംഗിൾ ബി എ ഡി ഈക്വൽ ടു ഹാഫ് y ഡിഗ്രി ആയിരിക്കും. ഫിഗറിൽ നോക്കാം. ബി എ ഡി, അതായത് ബിയും ഈ ഡിയും വരുന്ന ഈ ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിൾ. അപ്പോൾ ഡിയിൽ നിന്നും ബിയിൽ നിന്നും ആയിരിക്കും അതിന്റെ ആംസ് പുറപ്പെടുക. അപ്പോൾ ബിയിൽ നോക്കുക, ബിയിൽ നിന്ന് ബി എ ഡി ഈ ആർക്ക്, ഈ ആംഗിൾ y/2 ആയിരിക്കും. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ഈ കോഡ്സ് സി ഡിയും എ ബിയും പെർപെൻഡിക്കുലർ ആണ്. എ ബി പെർപെൻഡിക്കുലർ ടു സി ഡി ആണ്. അതുകൊണ്ട് തന്നെ എ ഇ ഡി എന്ന് പറയുന്ന ആംഗിൾ, ഈ മാർക്ക് ചെയ്തിട്ടില്ല, ഇവിടെ ഇ എന്നൊരു ലെറ്റർ മാർക്ക് ചെയ്തു, അതായത് ഈ പോയിന്റ്. അപ്പോൾ എ ഇ ഡി എന്ന് പറയുന്നത് നമുക്ക് 90 ഡിഗ്രിയാണ്. അപ്പോൾ അത് 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഇൻ ട്രയാങ്കിൾ നമ്മൾ എ ഇ ഡി നോക്കും. എ ഇ ഡി, അതായത് ഈ ചെറിയ ട്രയാങ്കിൾ അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ ഡി സി പ്ലസ് ആംഗിൾ ഡി എ ബി ഈക്വൽ ടു, ആംഗിൾ സം പ്രോപ്പർട്ടി പ്രകാരം ഇത് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ട്രയാങ്കിളിന്റെ 3 ആംഗിളും കൂട്ടിയ 180 ഡിഗ്രി കിട്ടും. അതിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റ് 2 ആംഗിളും കൂടെ കൂട്ടുന്നപ്പോൾ എന്തായാലും 90 ഡിഗ്രി ആയിരിക്കും. അതായത് 180 മൈനസ് 90 ഈക്വൽ ടു അത് 90 ആയിരിക്കും. അപ്പോൾ ഈ എ ഡി സി എന്ന് പറയുന്നതും ഡി എ ബി എന്ന് പറയുന്നതും ഹാഫ് എക്സും ഹാഫ് വൈയും ആണ്. അപ്പോൾ 1/2 എക്സ് ഡിഗ്രി പ്ലസ് 1/2 y ഡിഗ്രി ഈക്വൽ ടു നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടും. അതായത് 1/2 ഇൻറ്റു എക്സ് ഡിഗ്രി പ്ലസ് y ഡിഗ്രി ഈക്വൽ ടു 90 ആണ്, 90 ഡിഗ്രി ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എഴുതാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90 ഇൻറ്റു 2 ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. അപ്പോൾ
സെൻട്രൽ ആംഗിൾ നമുക്ക് 180 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ അതൊരു സെമി സർക്കിൾ ആയിരിക്കും. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. APC ആൻഡ് BQD ജോയിൻഡ് ടുഗദർ മേക്സ് എ സെമി സർക്കിൾ. അങ്ങനെ അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.